എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അമിൽ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മായയിൽ നാവിഗേഷനും ബേസിക് ടൂൾസും എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമുക്ക് ബേസിക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാനും അവയെ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് പഠിക്കാം. ഈ ഒരു ക്ലാസ്സിലൂടെ മോഡലിംഗ് ചെയ്യാനുള്ള ബേസിക് നോളജ് ലഭിക്കുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. മായയിൽ നമുക്ക് ക്യൂബ്, സ്പിയർ, സിലിണ്ടർ പോലുള്ള ബേസിക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇവയെ പോളിഗൺ പ്രിമിറ്റീവ്സ് എന്ന് വിളിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ മെനു ബാറിൽ നിന്ന് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് പോളിഗൺ പ്രിമിറ്റീവ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ബേസിക് ഷേപ്സ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്യൂബ് സെലക്ട് ചെയ്യാം. ക്യൂബ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബേസിക് സൈസ്, ഹൈറ്റ്, ഡെപ്ത് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാൻ ആട്രിബ്യൂട്ട് എഡിറ്റർ ഉപയോഗിക്കാം. നമ്മൾ ക്യൂബ് സെലക്ട് ചെയ്തതിന് ശേഷം മായയുടെ വലതുവശത്തുള്ള ആട്രിബ്യൂട്ട് എഡിറ്ററിൽ പോയി പോളി ക്യൂബിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ വിഡ്ത്ത്, ഹൈറ്റ്, ഡെപ്ത് ഇവയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന് വിഡ്ത്ത് നമുക്ക് 3, ഹൈറ്റ് 4, ഡെപ്ത് 2 ഇടാം. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ സബ് ഡിവിഷൻ്റെ വിഡ്ത്ത് മാറ്റാം. അത് വേണമെങ്കിൽ നമുക്കൊരു 4, ഹൈറ്റ് സബ് ഡിവിഷൻ്റെ ഹൈറ്റ് നമുക്കൊരു 5, സബ് ഡിവിഷൻ്റെ ഡെപ്ത് നമുക്കൊരു 6 ഇടാം. അതുപോലെ നമുക്കിതിനെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വാല്യൂസ് മാറ്റാവുന്നതാണ്. പക്ഷേ ഏറ്റവും നല്ലത് നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്ത് വാല്യൂസ് മാറ്റുന്നതാണ്. നമുക്ക് ഇഷ്ടമുള്ള വാല്യൂസ് എൻ്റർ ചെയ്യാം. പക്ഷേ ഇതിനൊരു ലിമിറ്റ് കാണും. ഇതിനൊരു ലിമിറ്റ് ഒരു 50 ആയിരിക്കും. പക്ഷേ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കതൊരു 100 ആക്കി എൻ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് Ctrl Z കൊടുത്ത് അൺഡു ചെയ്ത് നമുക്ക് വാല്യൂ 6ലേക്ക് വരാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഒബ്ജക്ട്സിൻ്റെ സൈസും മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഒരു സ്പിയർ നമുക്ക് ഈ ക്യൂബ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഒരു സ്പിയർ എടുത്ത് ഇതിൻ്റെ റേഡിയസ് ചേഞ്ച് ചെയ്യാനായിട്ട് ആട്രിബ്യൂട്ട് എഡിറ്ററിൽ പോയി പോളി സ്പിയർ ക്ലിക്ക് ചെയ്ത് നമുക്കിതിൻ്റെ റേഡിയസ് ഇങ്ങനെ മാറ്റാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആക്സിസ്, സബ് ഡിവിഷൻ ആക്സിസും മാറ്റാവുന്നതാണ്. സബ് ഡിവിഷൻസ് ഹൈറ്റ് മാറ്റാവുന്നതാണ്. കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബേസിക് ഷേപ്സിലും ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഇനി നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പ് തന്നെ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി നമുക്കൊരു സിലിണ്ടർ എടുക്കാം. സിലിണ്ടർ എടുത്തതിന് ശേഷം നമുക്ക് ആട്രിബ്യൂട്ട് എഡിറ്ററിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള പോളി സിലിണ്ടറിൽ വന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള റേഡിയസും ഹൈറ്റും എല്ലാം കൊടുക്കാവുന്നതാണ്. നമുക്കിപ്പോൾ റേഡിയസ് നമുക്കൊരു വാല്യൂസ് എൻ്റർ ചെയ്യാം. നമുക്കൊരു 5 കൊടുക്കാം. ഹൈറ്റ് നമുക്കൊരു 5 തന്നെ കൊടുക്കാം. 5 കൊടുത്ത് ഭയങ്കര ചെറുതായിപ്പോയി, 10 കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമുക്ക് സബ് ഡിവിഷൻ ആക്സിസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ സബ് ഡിവിഷൻ ഹൈറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. സബ് ഡിവിഷൻ ക്യാപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചേഞ്ച് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ഈ സൈസ് മാത്രമാണ് ഇപ്പോൾ മാറ്റാൻ കഴിഞ്ഞത്. നമുക്കിനി ഇതിൻ്റെ ഷേപ്പ് മാറ്റാം. ഇതിൻ്റെ ഷേപ്പ് മാറ്റുന്നതിനായി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഈ മെനു ബാറിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കമ്പോണൻറ്റ് ടൈപ്പ് എന്ന് പറഞ്ഞ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് കാണാം. ഈ ഡോട്ടാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റിൽ 3 കമ്പോണൻസ് കാണും. വെർട്ടിസസ് കാണും, എഡ്ജസ് കാണും, ഫേസസ് കാണും. നമുക്ക് ഈ മായയുടെ വലതുവശത്ത് വന്ന വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്, മോഡലിംഗ് ടൂൾ കിറ്റ് എന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മൾട്ടി കമ്പോണൻ്റ് എന്ന് പറഞ്ഞ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഫേസസും എഡ്ജസും വെർട്ടിസസും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്കിപ്പോൾ ഒരു ഫേസ് മാത്രം സെലക്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ വന്ന് ഫേസസ് സെലക്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിൽ വന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഫേസസ്, വെർട്ടെക്സ്, എഡ്ജസ് അല്ലെങ്കിൽ മൾട്ടി കമ്പോണൻസിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് മോഡിലോ പോകാവുന്നതാണ്. നമുക്കിവിടെ ഒബ്ജക്റ്റ് മോഡുണ്ട്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിപ്പോൾ ഫേസസ് സെലക്ട് ചെയ്യാം. ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ഫേസസ് ഇങ്ങനെ ട്വീക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നമുക്ക് വെർട്ടിസ് സെലക്ഷനാണ് വേണ്ടെങ്കിൽ വെർട്ടിസ് സെലക്ഷൻ പോയിട്ട് വെർട്ടിസ് സെലക്ട് ചെയ്ത് നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ വെർട്ടിസ് നമുക്ക് സെലക്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് എഡ്ജ് സെലക്ട് ചെയ്യാനാണെങ്കിൽ എഡ്ജ് സെലക്ട് ചെയ്ത് ഇതുപോലെ ഷേപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലത്തെ ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം ഫേസ് സെലക്ഷനിൽ പോയി ഫേസ് സെലക്ഷന് ശേഷം 6 കൊടുത്ത് സ്കെയിൽ ചെയ്യുകയും ചെയ്യാം. ഇതുപോലെ ഷേപ്പിന് നമുക്ക് ചേഞ്ചസ് വരുത്താൻ കഴിയും.
ഇനി നമുക്ക് ഷേപ്സിനെ എഡിറ്റ് ചെയ്യാനുള്ള ടൂൾസ് പരിചയപ്പെടാം. മായയിൽ ഒരുപാട് ടൂൾസ് ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ള ഒരു ടൂളാണ് ബെവൽ. ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് ഒന്നുകൂടി നോക്കാം. ബെവലിംഗ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു പുതിയൊരു ഒബ്ജക്റ്റ് എടുക്കാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു ക്യൂബ് എടുക്കാം. ക്യൂബ് എടുത്തതിന് ശേഷം നമ്മുടെ കമ്പോണൻറ്റ് ടൈപ്പിലേക്ക് പോകാം. അതായത് നമുക്കിവിടെ എഡ്ജസ് ആണ് വേണ്ടത്. നമുക്ക് ബെവൽ ചെയ്യാൻ പറ്റുന്നത് എഡ്ജസും ഫേസസുമാണ്. പക്ഷേ ഫേസസ് അധികം ഉപയോഗിക്കാറില്ല. നമുക്ക് എഡ്ജസ് തന്നെ ഉപയോഗിക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യമേ എഡ്ജ് സെലക്ട് ചെയ്യണം. എഡ്ജ് സെലക്ടിന് റൈറ്റ് ക്ലിക്ക് കൊടുത്ത് നമുക്ക് എഡ്ജ് സെലക്ട് ചെയ്തതിന് ശേഷം ഏത് എഡ്ജാണോ നമുക്ക് ബെവൽ ചെയ്യേണ്ടത് ആ എഡ്ജസും ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് മെനു ബാറിൽ പോയി എഡിറ്റ് മെഷ് ക്ലിക്ക് ചെയ്ത് ബെവൽ എന്ന് പറഞ്ഞ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ബെവൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു സൈഡിലൊരു വിൻഡോ പോപ്പപ്പ് ചെയ്യും. ഈ ഓപ്ഷനിൽ നമുക്കിവിടെ ഫ്രാക്ഷൻസ് വന്നിട്ട് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാം, ഡെപ്ത് ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഒരു ഷോർട്ട് കട്ടും ഉണ്ട്. ഷോർട്ട് കട്ട് നമുക്കിവിടെ താഴത്തെ ഇതിന് ഉപയോഗിക്കാം. ഈ 4 എഡ്ജസ് നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഷോർട്ട് കട്ട് കൺട്രോൾ B ക്ലിക്ക് ചെയ്താൽ നമുക്കിതിൻ്റെ ഷോർട്ട് കട്ടും കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് എപ്പോഴും ഒരു ടൂൾ ആക്സസ് ചെയ്യുമ്പോൾ അതിനൊരു പോപ്പപ്പ് വിൻഡോ കാണുമായിരിക്കും. കണ്ടില്ലെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട് എഡിറ്ററിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പോളി ബെവൽ 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ഇതിൽ തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് എല്ലാം മാറ്റാവുന്നതാണ്. പോളി ബെവൽ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മുന്നേ ചെയ്ത ഓപ്ഷൻ ഇതാണ്, ബെവലിംഗ് ആണ്. അതിൻ്റെയും വാല്യൂസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്ത ടൂളാണ് എക്സ്ട്രൂഡ്. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് ഫേസ് മോഡിൽ പോയി ഫേസ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ E കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കുറച്ച് പൈവേർട്സ് വരും. ഈ പൈവേർട്ടിൽ നമ്മൾ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്കിതിനെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടുത്തെ ബോക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്ട്രെച്ച് ചെയ്താൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സർക്കിൾ ഔട്ടർ സർക്കിളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ റൊട്ടേറ്റ് ചെയ്യാനും കഴിയുന്നതാണ്. നമുക്ക് കൺട്രോൾ C അടിച്ച് പുറകോട്ട് പോകാം. ഇനി ഞാൻ ഈ ക്യൂബിലുള്ള 4 ഫേസ് സെലക്ട് ചെയ്യാൻ പോവാണ്. അതിനായി ഷിഫ്റ്റ് അമർത്തി നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ മൾട്ടിപ്പിൾ സെലക്ഷൻസ് നടത്താൻ കഴിയുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഈ മൾട്ടിപ്പിൾ സെലക്ഷൻ ചെയ്യാവുന്നതാണ്. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് കൺട്രോൾ E കൊടുത്ത് എക്സ്ട്രൂഡ് ചെയ്യാം. ഇതിൻ്റെ പൈവേർട്ടിൽ ആരോ ക്ലിക്ക് ചെയ്താൽ നമുക്കിതുപോലെ ഫേസസ് എക്സ്ട്രൂഡായി വരും. ഇതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇതിൻ്റെ തിക്നെസ് ഡിഫൈൻ ചെയ്യാൻ ഈ പോപ്പപ്പ് വിൻഡോയിൽ നമുക്ക് തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ലോക്കൽ ആക്സസ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ഓഫ്സെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഡിവിഷൻസ് എത്രമാത്രം ഉണ്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കീ ഫേസസ് ടുഗെദർ നമുക്കിതുപോലെ സെപ്പറേറ്റ് ആയിട്ട് എക്സ്ട്രൂഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിട്ടുന്നതാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷനും കൂടെ പരിചയപ്പെടാം. അതാണ് ഡ്യൂപ്ലിക്കേറ്റ്. അതിനായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് എടുക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് നമുക്കിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ മെനു ബാറിൽ വന്ന് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം W ക്ലിക്ക് ചെയ്ത് മൂവ് ടൂൾ ആക്സസ് ചെയ്ത് നമുക്കിങ്ങനെ മൂവ് ചെയ്താൽ നമുക്ക് ആ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ കാണാവുന്നതാണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്